السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وسبحان الله العظيم، ولا حول ولا قوة إلا بالله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا إنك أنت الغفور الرحيم، وارحمنا إنك أنت أرحم الراحمين. أشهد أن لا إله إلا الله وحده لا شريك له، هو الأول والآخر والظاهر والباطن، يعطي من يشاء ويمنع لمن يشاء، يعز من يشاء ويذل من يشاء، وهو على كل ما يشاء قدير. وأشهد أن نبينا وحبيبنا ونور قلبنا وقدوتنا وأسوتنا محمدًا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇങ്ങനെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ദീനിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് ഈമാൻ, വിശ്വാസം വർദ്ധിപ്പിക്കാൻ അനുഗ്രഹം നൽകിയ അർഹമുർ-റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാവിധ സ്തുതികളും നന്ദികളും അർപ്പിക്കുകയാണ്. മല്ലം യഷ്കുരിന്നാസ് ലം യഷ്കുരില്ലാ. മനുഷ്യരോട് നന്ദി പറയാത്തവൻ അള്ളാഹുവിന് നന്ദി കാണിക്കാത്തവനാണ്. ജനിച്ച നാട്ടിലല്ല, നമുക്ക് അന്നം നിശ്ചയിച്ച നാട്ടിൽ അന്നം തേടി വന്ന നാം അല്ലാഹു തആല നിശ്ചയിച്ചത് വെറും അന്നം തേടാൻ മാത്രമല്ല. അല്ലാഹുവിൻ്റെ തീരുമാനം അന്നത്തോടൊപ്പം യഥാർത്ഥ ഉപജീവനമായ ദീനും അതിൻ്റെ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളാൻ കൂടി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത് നമ്മുടെ നാടല്ല, മറ്റൊരു നാടാണ്. ഈ നാട്ടിൽ ഇതിന് സൗകര്യം ചെയ്ത, അനുമതി നൽകിയ ഈ രാജ്യത്തെ ഭരണകൂടങ്ങളോട്, ഭരണാധികാരികളോട് നമുക്ക് അഗൈധവമായ കൃതജ്ഞതയുണ്ട്, നന്ദിയുണ്ട്. അർഹമുർ-റഹീമീനായ റബ്ബ് അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അഹ്ലൻ റമദാൻ. റമദാനിന് സ്വാഗതം. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. മനസ്സ് നിറയെ സന്തോഷവുമായി, മനസ്സ് നിറയെ ആഹ്ലാദവുമായി, കൗതുകത്തോടെ
അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയെ വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്, അല്ല ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ അതിഥി നമ്മിലേക്ക് കടന്നു വരുന്നത് വലിയ വലിയ വിഭവങ്ങളുമായാണ്. പ്രവാസികളായ നാം ലീവ് കഴിഞ്ഞ് നാട്ടിലേക്ക് ലീവ് കിട്ടി നാട്ടിലേക്ക് പോകാറുണ്ട്. ഒരുപാട് വിഭവങ്ങളുമായി അവിടെ നിന്നും ഇവിടെ നിന്നും വാങ്ങിയ സാധനങ്ങൾ പെട്ടികെട്ടി വലിയ പെട്ടിയാക്കി നാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ സന്തോഷത്തോടെ, കൗതുകത്തോടെ, ആഹ്ലാദത്തോടെ നമ്മെ വരവേൽക്കുന്ന, എതിരേൽക്കുന്ന, അണച്ചുപൂട്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇണയെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മളെ കണ്ണിൻ്റെ കൃഷ്ണപണി പോലെ കാത്തു സൂക്ഷിച്ച നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച്, അവരുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലുള്ള സന്തോഷം എത്രയാണെന്ന് ആലോചിച്ചു നോക്കൂ. ആ ഒരു നിർവൃതിയോടെ, ആ ഒരു വികാരത്തോടെ, ആ ഒരു വിചാരത്തോടെ ഈ അതിഥിയെ സ്വീകരിക്കാൻ വിശ്വാസികളെ തയ്യാറാവുക. ആ അതിഥി കടന്നു വരികയാണ്. ഒരുപാട് സ്മരണകൾ ഒരുപക്ഷെ റമദാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. റമദാനിലെ കഴിഞ്ഞുപോയ റമദാനുകളിലൂടെ ചരിത്രവും കഴിഞ്ഞുപോയ റമദാനുകളിൽ നാം അനുഭവിച്ച പലതും നമ്മുടെ മനസ്സിലൂടെ ഇപ്പോൾ മിന്നിമറഞ്ഞ് വളരെ ദ്രുതഗതിയിൽ പോകുന്നുണ്ടാകും. എനിക്ക് എൻ്റെ റമദാനിൽ വല്ലാത്ത ആവേശത്തോടുകൂടി ഓർക്കാൻ സാധിക്കുന്ന ഒരു റമദാൻ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പരിശുദ്ധ ഹറമിൽ ഒരുപാട് കാലം റമദാനിൽ കഴിച്ചുകൂട്ടാൻ സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും റമദാനിൽ ഞാൻ ചെന്നെത്തിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും കിട്ടാത്ത അതിശക്തമായ വിശ്വാസവും ഈമാനിക ആവേശവും ലഭിച്ച ഒരു റമദാനിൻ്റെ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ആ റമദാനിൽ അവസാനത്തെ 10 ദിവസം എഴുത്തിക്കാഫിരുന്നു. ഒരു ചെറിയ പള്ളിയിൽ ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ പെരുന്നാൾ പ്രഖ്യാപിച്ചു. എഴുത്തിക്കാഫ് അവസാനിച്ചു. പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത് വളരെ അകലെയുള്ള മംഗലാപുരത്തെ ഈദ്ഗാഹിലാണ്. ഞാനവിടേക്ക് പുറപ്പെട്ടു. അർദ്ധരാത്രി കഴിഞ്ഞ് മംഗലാപുരത്ത് വണ്ടി ഇറങ്ങുന്ന സമയത്ത് എന്നെ കൂട്ടാൻ വേണ്ടി വന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എന്നെ അണച്ചുപൂട്ടി വികാരത്തോടുകൂടി എന്നോട് പറഞ്ഞു, നിങ്ങളെ യാത്ര അയച്ച, നിങ്ങളിന്ന് അവസാനമായി നോമ്പ് തുറന്ന ആ വീട്ടുകാരൻ നിങ്ങളോട് യാത്ര ചോദിക്കാതെ അള്ളാഹുവിലേക്ക് തിരിച്ചുപോയി. ഇത് എൻ്റെ മനസ്സിൽ നിന്നും വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നു. ആ മനുഷ്യൻ തിരിച്ചുപോയ കഥ കേട്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ വാക്ക് എനിക്ക് ആവേശമായി. എങ്ങനെയാണ് അദ്ദേഹം തിരിച്ചു പോയതെന്നോ? നോമ്പ് തുറന്ന് മഗ്രിബ് നമസ്കരിച്ച് നോമ്പ് തുറന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്നു. നോമ്പ് തുറന്ന് ഇശാ നമസ്കരിക്കാൻ ജമാഅത്തിന് പള്ളിയിലേക്ക് വന്നു. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യനെ അള്ളാഹു തിരിച്ചു വിളിച്ചു. സമ്പൂർണമായ ഈമാനോടെ, ശക്തിയുള്ള വിശ്വാസത്തോടെ അള്ളാഹു അദ്ദേഹത്തെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റമദാൻ എന്ന് കേൾക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് സ്മരണകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. വിശ്വാസിക്ക് സന്തോഷത്തോടെ ഓർക്കാനുള്ള തൻ്റെ ഓർമ്മയുടെ
ചിപ്പുകളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട ഏറ്റവും വലിയ ഓർമ്മകളും സ്മരണകളും റമദാനുമായി ബന്ധപ്പെട്ടതാകണം. കാരണം അത്ര വലിയ ഒരു സൗഭാഗ്യം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരിക്കലും ഇല്ല. ആ റമദാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാക്കും ഷഹ്റ റമദാൻ, സഹാബികളെ വിളിച്ചു പറഞ്ഞ ആദ്യത്തെ വാചകം അതാക്കും ഷഹ്റ റമദാൻ, നിങ്ങൾക്കിതാ റമദാൻ മാസം വന്നിരിക്കുന്നു, വന്നണഞ്ഞിരിക്കുന്നു. ജാഅക്കും ഷഹ്റു റമദാൻ, വല്ലാത്ത പദമാണത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് അതാക്കും ഷഹ്റു റമദാൻ എന്ന് കേട്ടപ്പോൾ സഹാബികൾ സന്തോഷം കൊണ്ട് അവരുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുഭാഗവും അവരൊരുമിച്ച് കൂടി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനെ കുറിച്ച് വാചാലമായി അവരോട് സംസാരിച്ചു. ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ്. അൻസാരിയുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ നമ്മുടെ മനസ്സുകളിലൂടെ അത് കടന്നു വരണം. റമദാനിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ വിശ്വാസിക്ക് റമദാൻ എന്ന അതിഥി കൊണ്ടുവരുന്ന വലിയ വലിയ സമ്മാനങ്ങൾ ലഭിക്കുകയാണ്. വല്ലാത്ത സമ്മാനങ്ങൾ അല്ലേ? എല്ലാ ദിവസവും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന മനുഷ്യന്മാർ, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്ന റമദാൻ, എന്തൊക്കെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന റമദാൻ, വല്ലാത്ത സീസൺ അല്ലേ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ റമദാനിനെ നാം സ്വാഗതം ചെയ്യുക. എങ്ങനെ സ്വാഗതം ചെയ്യണം? എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിലൊക്കെ സ്വാഗതം ചെയ്യുന്ന രീതി നമുക്കറിയാം. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ മലബാറിൽ നനച്ചുകുളി എന്നൊരു ഏർപ്പാടുണ്ട്. സ്വാഗതം ചെയ്യാൻ എല്ലാം അടിച്ച് വൃത്തിയാക്കി കഴുകി ശുദ്ധിയാക്കി അങ്ങനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത്. പക്ഷേ നനച്ചുകുളി നടത്തേണ്ടത് വീടിലെ കസേരകളും ബെഞ്ചുകളും കട്ടിലുകളും ഡെസ്കുകളുമല്ല, മറിച്ച് നമ്മുടെ മനസ്സുകളിൽ നനച്ചുകുളി നടത്തണം. മനസ്സുകളിലാണ് നനച്ചുകുളി വേണ്ടത്. മനസ്സുകളെ വൃത്തിയാക്കണം. എന്തുകൊണ്ട്? കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, സത്യവിശ്വാസികളെ എന്ന് സ്നേഹത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ ഇഷ്ടത്തോടെ വെറുപ്പോടെയല്ല വിളിച്ചുകൊണ്ട് മഹാനായ നമ്മുടെ നാഥൻ പറയുന്നത്, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നാണ്. ആ തഖ്വ എന്താണെന്ന് മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന യുഷീറു ഇലാ സദ്രിഹി 3 മറാത്ത്. തൻ്റെ സ്വന്തം നെഞ്ചകത്തേക്ക് 3 പ്രാവശ്യം ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ. എങ്ങോട്ടാണ് തിരുമേനി ചൂണ്ടിയത്? തിരുമേനി ഇവിടെ മുഖത്തേക്കല്ല, തിരുമേനി ഇവിടെ തലയിലേക്കല്ല, തിരുമേനിയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങളിലേക്കല്ല, സൗന്ദര്യം തൊടുത്തു നിൽക്കുന്ന തിരുമേനിയുടെ കവിളിലേക്ക് പോലുമല്ല, മറിച്ച് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഷീറു ഇലാ സദ്രിഹി, തൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇവിടെയാണ് തഖ്വ. ഏതാണ് ആ സ്ഥലം? നമ്മുടെ മനസ്സാണ് അല്ലേ? തഖ്വയുണ്ടാകേണ്ടത് എവിടെയാണ്? മനസ്സിലാണ്. ശരി സഹോദര, എങ്കിൽ മനസ്സിനകത്തേക്ക് ആ തഖ്വ കടന്നു വരണമെങ്കിൽ വൃത്തികേടുകളുടെ അഴുക്ക് ചാലുകളായ നമ്മുടെ മനസ്സുകൾ വിമലീകരിക്കപ്പെടണം, ശുദ്ധീകരിക്കപ്പെടണം. ഇന്നത്തെ മുസൽമാന്റെ മനസ്സിലേക്ക് തഖ്വ കടക്കാൻ പ്രയാസമാണ്. എനിക്ക് തഖ്വ കിട്ടുന്നില്ല, നമ്മുടെ ആക്ഷേപമാണ്. വിശ്വാസികളുടെ കംപ്ലൈന്റ്